ഹലോ ഫ്രണ്ട്സ്, നമ്മൾ താമസിക്കുന്ന വീട്ടിൻ്റെ അടുത്തുള്ളൊരു പാർക്കാണ്. ഇതൊരു വില്ല പ്രൊജക്റ്റാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു 2 മാസം ആയിട്ടേ ഉള്ളൂ ഇങ്ങോട്ട് താമസം മാറ്റിയിട്ട്. അപ്പം ഇതിനകത്തുള്ള ഒരു ചെറിയൊരു പാർക്കാണ്. കൊച്ചുങ്ങൾക്കൊക്കെ കളിക്കാൻ വേണ്ടിയിട്ടും ആളുകൾക്കൊക്കെ ഇരിക്കാനൊക്കെ വേണ്ടിയിട്ട് കുറച്ച് സ്പേസ് ഉണ്ട്. ചെയറൊക്കെ അവരിട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് ചെടികളൊക്കെ ഉണ്ട്, കുറച്ച് ചെമ്പരത്തിയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ UP ആയതുകൊണ്ട് എല്ലാവരും നിറച്ച് പൂക്കളൊക്കെ പറിക്കാനായിട്ട് രാവിലെ എല്ലാവരും വരും. എല്ലാവരും വന്ന് പൂവൊക്കെ പറിച്ചിട്ട് പോകും പൂജ ചെയ്യാനായിട്ട്. മെയിനായിട്ട് ഇവിടെ ഈ ചുവന്ന ചെമ്പരത്തിയൊക്കെയാണ് കൂടുതലും അവർ വച്ചിട്ടുള്ളത്. ചെടികളുണ്ട്, വേറെ കുറച്ച് ചെടികളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ കൊച്ചുങ്ങൾക്കൊക്കെ കളിക്കാനായിട്ടാണ് 2 ഊഞ്ഞാലൊക്കെ ഉള്ളൂ, അധികമൊന്നും വെച്ചിട്ടില്ല. 2 ഊഞ്ഞാലും ഇനി ഈ വട്ടത്തിൽ കറങ്ങണ ഒരു ഇതും കൂടെ വച്ചിട്ടുണ്ട്. അധികം കുട്ടികളില്ല, 2-3-4 പിള്ളേരേ ഉള്ളൂ. പിന്നെ ഇത് അപ്പാർട്ട്മെൻറ്റാണ് ബാക്കിൽ കാണുന്നത്. അപ്പോൾ അവിടെ നിന്നൊക്കെ വരും. ഇതുപോലെ കുറേ മരങ്ങൾ, ഇതിൻ്റെ തന്നെ കുറേ മരങ്ങൾ നട്ടിട്ടുണ്ട്. നിറച്ച് പൂക്കളുണ്ട്. എനിക്കറിയത്തില്ല, ഞാൻ ഫസ്റ്റ് ടൈം കാണുക ഈ ചെടി ഏതാണെന്ന് എനിക്കറിയത്തില്ല. ആർക്കെങ്കിലും അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യ്. ഇതുപോലെ നിറച്ച് കൊലകൊലയായിട്ടാണ് പൂക്കൾ പിടിക്കുന്നത്. ഇപ്പോൾ ഇതിൻ്റെ സീസൺ കഴിഞ്ഞു, ഇത് പൂത്ത് കഴിഞ്ഞു. ഇനി കുറച്ച് പൂക്കളേ ഉള്ളൂ, ബാക്കിയെല്ലാം കാകളായി തുടങ്ങി. എനിക്ക് തോന്നുന്നു ചൂട് സമയത്ത് പൂക്കുന്നതാണെന്ന് തോന്നുന്നു. പിന്നെ അവർ വെള്ളമൊക്കെ ഒഴിച്ച് എപ്പോഴും ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തിടുന്നത് കൊണ്ട് കുഴപ്പമില്ല. ഇവിടെ ഇപ്പോൾ 42 ഡിഗ്രിയൊക്കെയാണ് ചൂട്. അതുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ ഇത്തിരി പച്ചപ്പൊക്കെ ഉള്ളത്, വെള്ളമൊക്കെ ഒഴിക്കുന്നത് കൊണ്ടാണ് ഉള്ളത്. പിന്നെ ഇതൊരു ചെറിയ മൽബറി, ഇതിനകത്തുള്ള ചെറിയൊരു മൽബറി അവർ കട്ട് ചെയ്തൊക്കെ നിർത്തും. പക്ഷേ ഇതിലും നിറച്ച് മൽബറി ഉണ്ടായിരുന്നു, ഞങ്ങൾ വരുന്ന സമയത്തുണ്ടായിരുന്നു. പിന്നെ ഇത് അതിൻ്റെ വലിയൊരു മരമാണ്, അതിൻ്റെ അപ്പുറത്തായിട്ട് കുറച്ചും കൂടെ അപ്പുറത്തായിട്ട് നിൽക്കുന്ന വലിയൊരു മരം. അതുകൊണ്ട് ഇതിൽ ഇപ്പോഴും നിറച്ച് മൽബറി ഉണ്ട്. പക്ഷേ ഈ മൽബറിക്ക് ഒരു പ്രത്യേകതയുണ്ട്. മൽബറിക്ക് കളറില്ല, അതിൻ്റെ കളറ് വൈറ്റ് തന്നെയാണ്. അത് പഴുത്താലും അങ്ങനെ തന്നെ ഇരിക്കുന്നത്. നിറച്ചിപ്പോഴും കാകളുണ്ട്, പച്ചയും വെള്ളയും കളറിലാണ് കാണുന്നത്. ഞാനത് ഫസ്റ്റ് ഞാൻ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് പഴുക്കുമായിരിക്കും, പാകമായിട്ട് നിൽക്കുകയാണ്, പഴുത്ത് വരുമായിരിക്കും, കളറാകുമായിരിക്കും എന്ന് വിചാരിച്ചു. ഞാൻ കുറച്ച് ദിവസം വെയിറ്റ് ചെയ്ത് നോക്കി. പിന്നെ അപ്പോൾ നോക്കിയപ്പോൾ കൊച്ചുങ്ങളൊക്കെ ഈ അപ്പാർട്ട്മെൻറ്റിൽ ജോലിക്ക് വരുന്ന ആൾക്കാരുടെ മക്കളൊക്കെ വന്നിട്ട് അവർ പറിച്ച് കഴിക്കുന്നുണ്ട്. പിന്നെ വന്നപ്പോൾ ഒരു ദിവസം ഞാനിത് പറിച്ച് കഴിച്ചു നോക്കിയപ്പോൾ ഭയങ്കര മധുരം, ഭയങ്കരമായിട്ടുള്ള മധുരം, ഭയങ്കര സ്വീറ്റാണ്. എന്നുവെച്ചാൽ ഇത് കളറാകില്ല, വൈറ്റ് കളറിൽ തന്നെ ഇരിക്കുകയുള്ളൂ. പക്ഷേ എൻ്റെ വീട്ടിലൊക്കെ ഇഷ്ടംപോലെ മൽബറി ഉണ്ട്, നല്ല കളറുള്ള മൽബറി ഉണ്ട്. പക്ഷേ അതിലൊക്കെ പഴുത്താലും ഒരു പുളിയൊക്കെ കാണും. പക്ഷേ അതിനേക്കാളൊക്കെ മധുരമായത്. ഇതെന്തെങ്കിലും ഇനമാണോ എന്തോ എനിക്കറിയത്തില്ല, ഞാൻ ഫസ്റ്റ് ടൈം കാണുക. ഇതാണ്, ഇത്രേ ആകുള്ളൂ. ഇത് നല്ല പഴുത്ത മൽബറികളാണ്, ഇങ്ങനെ വെള്ള കളറിൽ തന്നെ ഇരിക്കും. പിന്നെ ഇവിടെ കുറച്ച് ചെടികളൊക്കെ ഉണ്ട്, കുറച്ച് ജമന്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇവിടെ തണുപ്പിലാണ് കൂടുതലും അവർ ചെടികൾ വയ്ക്കുന്നത്. ഇത് ഈ ഒരു പൂവൊക്കെ ഉണ്ട്, ഇതിൻ്റെ കുറച്ച് വെറൈറ്റി കളേഴ്സ് ഉണ്ട്. പിങ്ക് ഉണ്ട്, ഡാർക്ക് പിങ്ക് ഉണ്ട്, റെഡ് ഉണ്ട്, അങ്ങനെ കുറച്ച് കളേഴ്സ് ഇവിടെ വച്ചിട്ടുണ്ട്. പിന്നെ ഈ ചെടിയൊക്കെ ഉള്ളൂ. ഇതൊന്നും അങ്ങനെ കട്ട് ചെയ്തൊന്നും നിർത്തുന്ന കണ്ടിട്ടില്ല, ഇങ്ങനെ തന്നെ നിന്ന് പൂക്കുകയൊക്കെ ചെയ്യണം. അപ്പം ബായ്, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.